ഹലോ എല്ലാവർക്കും വണക്കം. നമ്മൾ ഇതിനു മുമ്പ് ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാമ്പഴ പുളിശ്ശേരിയിൽ തൈര് ആഡ് ചെയ്യണമെന്ന് എനിക്ക് അറിയായിരുന്നെങ്കിലും അന്ന് എൻ്റെ കയ്യിൽ തൈരില്ലാത്തത് കാരണം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വോയിസ് ഓവർ ചെയ്യുന്ന ടൈമിൽ പറയാമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ താഴെയായിട്ട് എൻ്റെ അമ്മായിയമ്മ തന്നെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ ലാസ്റ്റായിട്ട് തൈര് ആഡ് ചെയ്യണം എന്നുള്ളത്. വീഡിയോ കണ്ട ശേഷം എന്നെ വിളിച്ച് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടല്ല ഞാൻ തൈര് ആഡ് ചെയ്യാതിരുന്നത്, എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഇന്ന് നമ്മൾ നല്ലൊരു നാടൻ രീതിയിലുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ കോഴിക്കോട് എൻ്റെ വീട്ടിലാണ്, പക്ഷെ കറി ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. ഇതിനെടുത്തിട്ടുള്ള മാങ്ങ ഏതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ കണ്ടപ്പോൾ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയാൽ നന്നായിരിക്കും എന്ന് തോന്നിയത് കൊണ്ട് എടുത്തിട്ടുള്ളതാണ്. നമ്മൾ നാടൻ രീതിയിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ മൺചട്ടിയിലേക്കാണ് നമ്മൾ മാങ്ങ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ശർക്കര. ഞാനിവിടെ ഒരു അച്ചിൻ്റെ 1/4 ഭാഗം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം, നാടൻ രീതിയിലെന്ന് നമ്മൾ പറയാനുള്ള മെയിൻ കാരണം മൺചട്ടി മാത്രമല്ല, നമ്മൾ ഇന്ന് ഗ്യാസ് സ്റ്റൗവിലല്ല തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. വിറകടുപ്പിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. മാങ്ങ നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മൺചട്ടി നമ്മൾ വിറകടുപ്പിന് മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് കുക്കായി കിട്ടുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനൊരു മിക്സി ജാറിലേക്ക് കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട്, ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കുരുമുളക്, ആവശ്യത്തിനുള്ള വെള്ളം എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ ലാസ്റ്റ് ടൈം തയ്യാറാക്കിയ മാമ്പഴ പുളിശ്ശേരിയും ഈ ഒരു മാമ്പഴ പുളിശ്ശേരിയും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ കോക്കനട്ട് ഇതാ ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ മാങ്ങ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഈ ഒരു കോക്കനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് കവർ ചെയ്തിട്ട് തിളയ്ക്കുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് തിള വന്നു കഴിയുമ്പോൾ ഞാൻ ഈ ഒരു ചട്ടി അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അടുപ്പിൽ വെക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ചൂടോടുകൂടെ തൈര് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ അടുപ്പിൽ നിന്നും മാറ്റിയ ശേഷം ചൂടാറിയിട്ട് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. തൈര് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് സ്റ്റൗവിന്റെ മേലെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്തിട്ട് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയുടെ മേലെയായിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ശേഷം ഉടനെ തന്നെ മിക്സ് ചെയ്യരുത്. ഒരു 5 മിനിറ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ച ശേഷം 5 മിനിറ്റിന് ശേഷം തുറന്നിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. 5 മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു തവണ നിങ്ങൾ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കി നോക്കുമ്പം തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.